കോഴിക്കോടിന്റെ ചരിത്രത്തിന്റെ കാഴ്ചകളിൽ നിന്ന് ഇനി വർത്തമാനകാലത്തെ ചില അത്ഭുതങ്ങളിലേക്കാണ് യാത്ര പോകുന്നത്. നമുക്ക് കാക്കഞ്ചേരിയിലെത്തണം. കാക്കഞ്ചേരി മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോടിന് ചേർന്ന് കിടക്കുന്ന ഭാഗം. അവിടുത്തെ കിൻഫ്ര ഫുഡ് പ്രോസസിംഗ് പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിരവധി നൂതന വ്യവസായശാലകൾ പ്രവർത്തിക്കുന്ന കിൻഫ്രയുടെ ഒരു പാർക്ക്. കേരളം വ്യവസായത്തിന് അനുകൂലമല്ലെന്ന് നമ്മൾ പലപ്പോഴും പരിതപിക്കുമ്പോഴും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. അത്തരത്തിലൊന്നിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ മൂന്ന് സഹോദരന്മാരാണ് ഈ പ്രസ്ഥാനത്തിന്റെ സാരഥികൾ. ഹാരിസ്, ജാഫർ, ഫൈജു. നമ്മുടെ ബനാന ചിപ്സ്, മിക്സർ, കേരള മിക്സർ, എക്സ്ട്രോട്ട് മിക്സർ ഐറ്റം കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ പൊറാട്ട, ഉന്നക്കായ്, പയനിറച്ചത്, മലബാർ ഐറ്റം. ഇത് മൂത്ത സഹോദരൻ ഹാരിസ്. തേങ്ങ ചിരണ്ടിയത് പോകുന്നുണ്ട്, തേങ്ങ കട്ടാക്കിയിട്ട് പീസായിട്ട് പോകുന്നുണ്ട്. ജാഫർ പറയുന്നത് ഇവരുടെ ബനാന ചിപ്സും ഉന്നക്കായും പൊറോട്ടയും ഒക്കെ അമേരിക്കയിലെ വമ്പനൊരു കമ്പനി വിതരണത്തിനെടുത്തിരിക്കുന്ന കഥയാണ്. കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നിടത്താണ് ചെറിയ ചിപ്സ് കടയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകത്തിന്റെ വിപണിയിലേക്ക് കേരളത്തിന്റെ വിഭവങ്ങൾ എത്തിക്കുന്ന ഈ സംരംഭകരുടെ കഥ പ്രസക്തമാകുന്നത്. മൂന്ന് സഹോദരന്മാർ ചേർന്ന് കേരളത്തിന്റെ തനതായ ഭക്ഷ്യവിഭവങ്ങൾ ലോക മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിജയകഥ കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. കിൻഫ്ര ഫുഡ് പ്രോസസിംഗ് പാർക്കിലെ വലിയൊരു ഫാക്ടറിയിലാണ് ഇവരുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. ഇവിടെ ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ്. നമ്മുടെ നാടൻ കടകളിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതേ മട്ടിൽ കൈകൊണ്ട് തന്നെ ഇരിഞ്ഞെടുത്ത് തൊലി കളഞ്ഞ് അതിനെ കഷണങ്ങളാക്കി കഴുകിയെടുക്കുന്നു. 4 തവണ വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുവെക്കും. പിന്നീടാണ് ഇത് വറുക്കാനായി കൊണ്ടുപോകുന്നത്. ഇവരുടെ ഫാക്ടറി പൂർണ്ണമായും മെക്കനൈസ്ഡ് ഒന്നുമല്ല. ധാരാളം ജീവനക്കാരെ നിയമിച്ച് പരമ്പരാഗത രീതിയിൽ ആണ് അരിഞ്ഞ് കഴുകി വറുത്തെടുക്കുന്ന പ്രോസസ്സെല്ലാം നടക്കുന്നത്. ഇവരുടെ പിതാവ് അലിക്കോയ മണലോടി പണ്ട് മുതൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ബനാന ചിപ്സ് വറുത്തെടുത്തിരുന്ന അതേ ശൈലിയിലാണ് ഇന്നും ഉണ്ടാക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെ പല വികസിത നാടുകളിലേക്ക് ഇത് കയറ്റി അയക്കേണ്ടതുള്ളതുകൊണ്ട് ഇതിന്റെ ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇവർ തയ്യാറല്ല. മറ്റൊരു ഭാഗത്ത് കോഴിക്കോടൻ ഹലുവയുടെ നിർമ്മാണം നടക്കുകയാണ്. ഇന്ന് ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ജീവനക്കാരെ ഇന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ ഹലുവയാണ്. ഗുണനിലവാരത്തിൽ ഒരു കോംപ്രമൈസും വരാതിരിക്കാൻ വേണ്ടി ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പലതും ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മലബാർ പൊറോട്ട. ഇത് കേരളത്തിൽ വിളമ്പാനുള്ളതല്ല. അമേരിക്കയിലെയും യൂറോപ്പിലെയും കിഴക്കനേഷ്യയിലെയും ആളുകൾക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ദിവസങ്ങളിൽ കപ്പൽ കയറും. അതിസാധാരണമായ ചുറ്റുപാടിൽ നിന്ന് ഒരു ചെറുകിട ചിപ്സ് വിൽപ്പനക്കാരിൽ നിന്ന് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയുടെ ഉടമകളായി തീർന്ന ചെറുപ്പക്കാരുടെ കഥ ഞാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രതിഭാശാലികളായ നിരവധി ചെറുപ്പക്കാരെ ഇത് പ്രചോദിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിൽ വലിയ വെല്ലുവിളികളുണ്ടെന്ന് തന്നെയാണ് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു സംരംഭം ആരംഭിക്കരുതെന്നും പലരും ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം കൊയ്തവരുടെ കഥയാണ് ഈ കാണുന്നത്. കിൻഫ്ര പോലുള്ള പാർക്കുകളിൽ ഇത്തരത്തിൽ എത്രയെത്ര വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രതിസന്ധികളില്ലെന്നല്ല, ഇത്തരം സ്ഥാപനം നടത്താൻ നിരവധി പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയം കൊയ്യുന്ന നിരവധി ആളുകളും കേരളത്തിലുണ്ട് എന്നുകൂടെ നമ്മൾ ഓർക്കണം. അവർക്കതിനുള്ള തന്ത്രങ്ങളുണ്ട്, അതിന് കഠിനാധ്വാനം ചെയ്യാൻ അവർക്ക് മനസ്സുണ്ട്. നമ്മൾ പ്രതിസന്ധികളെ പഴിക്കുകയല്ല വേണ്ടത്, അവസരങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. ലോകത്തിൻ്റെ വിപണിയിലേക്ക് കോഴിക്കോടിൻ്റെ രുചി വൈവിധ്യങ്ങൾ കയറിപ്പോകുന്ന കാഴ്ച എത്ര രസകരമാണ്. ഇത് നമ്മുടെ പുതിയ തലമുറയെ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് കരുതുന്നവർക്ക് ഒരു പ്രചോദനമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നാടൻ വാഴക്ക ചിപ്സും ചക്ക ചിപ്സും പരിപ്പുവടയും ഉന്നക്കായും മിക്സ്ചറും പൊറോട്ടയും പഴം നിറച്ചതും തേങ്ങ ചിരണ്ടിയതും ഒക്കെയാണ് ഈ പാക്കറ്റുകളിൽ നിരന്നിരിക്കുന്നത്. ഇതൊക്കെ ഉടൻ തന്നെ കപ്പൽ കയറി വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അതുവരെ ഇത് സൂക്ഷിക്കുന്നത് ഈ സ്റ്റോറേജിലാണ്. -40 ഡിഗ്രിയിൽ തണുപ്പിച്ച ശേഷം പിന്നീട് കണ്ടെയ്നറുകളിൽ -18 ഡിഗ്രിയിൽ തണുപ്പിച്ചാണ് കപ്പലിൽ കയറ്റി അയക്കുന്നത്. തണുപ്പിച്ച കണ്ടെയ്നറുകളിലാണ് അത് കപ്പലിലും യാത്ര ചെയ്യുന്നത്. ഇത്തരം ഗംഭീര പാക്കറ്റുകളിലാണ് നമ്മുടെ പൊറോട്ട വിദേശയാത്ര നടത്താൻ പോകുന്നത്. നമ്മുടെ പരിപ്പുവടയാണ് മറ്റൊരു കൂട്ടിലിരിക്കുന്നത്. കൂടാതെ തേങ്ങ ചിരണ്ടിയത് കൂട്ടിലാക്കി യൂറോപ്പിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. നമുക്ക് തീരെ വിലയില്ലാതിരുന്ന പലതുമാണ് ഇന്ന് ഇവർ ലോക വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. റോക്കറ്റ് ടെക്നോളജി ഒന്നും വേണമെന്നില്ല. നമുക്ക് ചുറ്റുമുള്ള നിസാര ഉൽപ്പന്നങ്ങൾ പോലും ലോക വിപണിയിൽ എത്തിച്ച് കാശുണ്ടാക്കാമെന്ന് തെളിയിച്ച 3 സഹോദരന്മാരാണ് ഇരിക്കുന്നത്. മലയാളി ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകുന്ന ഈ കഥ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നി. അവരുടെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി കേരള സ്റ്റോറിക്ക് വേണ്ടിയുള്ള യാത്ര തുടരുകയാണ്.